ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമുക്ക് സന്തോഷകരമായ ഒരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. നാളെ രാവിലെ 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചേംബറിൽ ഒരു യോഗം നടക്കുന്നുണ്ട്. നമ്മൾ ഒരു മാസം മയക്കുമരുന്നിനും ലഹരിക്കുമെതിരെ നടത്തിയ ഒരു യാത്ര ഓർമ്മയുണ്ടല്ലോ, ഹരിതക്രമം ഹരിത ലഹരി എന്ന പേരിൽ. ആ 30 ദിവസത്തെ യാത്ര കൊണ്ട് നമ്മളൊരു പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ നാളെ ഒരു ചർച്ച നടക്കുകയാണ്. ചീഫ് സെക്രട്ടറി, DGP, അതുപോലെ എക്സൈസ് കമ്മീഷണർ ഇവരുടെ ഉന്നതതല യോഗം നാളെ രാവിലെ 11:30 മണിക്ക് നടന്ന് നമ്മൾ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കും. എന്തായാലും ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ലഹരി മുക്തമാകട്ടെ കേരളം. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. വീണ്ടും നമ്മുടെ പ്രൈം ടൈം തുടരുകയാണ്. നിലമ്പൂർ വിശേഷത്തിലേക്ക് നമുക്ക് ആദ്യം പോകാം. നെഞ്ചിടിപ്പോടെ നിലമ്പൂർ. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നാളെ രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ. LDFും UDFും വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ ഫലത്തിൽ നിർണായക സ്വാധീനമാവുക PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ തന്നെയായിരിക്കും. നാളെ രാവിലെ 5 മണി മുതൽ തത്സമയ സംപ്രേഷണം ആരംഭിക്കും. നിങ്ങൾക്കറിയുന്നത് പോലെ എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഞാനും ഹാഷ്മി താജ് ഇബ്രാഹിമും അതുപോലെ S വിജയകുമാറും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചോരും ചോർന്നു പോകാതെ ഫലിതോക്തികളിലൂടെ നാളെ ഈ 24-ൻ്റെ മാജിക് സ്ക്രീനിലൂടെ ഫലം നിങ്ങൾക്കറിയാം. രാവിലെ 5 മണി മുതൽ തത്സമയം 24-ൽ. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ LDFിനും UDFിനും നിലമ്പൂർ ഫലം നിർണായകമാണ്. ഭരണവിരുദ്ധ വികാരം അലയടിച്ചുവെന്ന് തെളിയിക്കാൻ UDF, മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള വാതിലെന്ന് വിശേഷിപ്പിക്കാൻ LDF, ശക്തി തെളിയിച്ചുവെന്നുറപ്പിക്കാൻ PV അൻവറും. ഇങ്ങനെ രാഷ്ട്രീയ കേരളം സൂക്ഷ്മതയോടെ നോക്കുന്ന ഒട്ടനവധി ചലനങ്ങൾക്കും പൊട്ടിത്തെറികൾക്കുമുള്ള സാധ്യത തേക്കിന്റെ നാട് ഒളിപ്പിക്കുന്നു. പാലക്കാട് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷമുണ്ടാവുമെന്ന് KPCC അധ്യക്ഷൻ. നിലമ്പൂരും UDF ശക്തമായ ഭൂരിപക്ഷത്തിൽ കംഫർട്ടബിൾ മാർജിനിൽ ജയിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ അതിശക്തമാണ്. വ്യക്തമായ ഭൂരിപക്ഷമുണ്ടാകുമെന്ന് LDFും ഉറപ്പിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ആ വിശ്വാസത്തിന്റെ കാരണം എന്ന് പറഞ്ഞത് ഈ വോട്ടർമാർ നൽകിയിട്ടുള്ള ഒരു സ്വീകാര്യതയാണ്. താൻ തോറ്റാൽ ഷൗക്കത്ത് ജയിക്കണമെന്ന് പറഞ്ഞത് UDFിനോടുള്ള സോഫ്റ്റ് കോർണർ കൊണ്ടല്ലെന്ന് PV അൻവർ 24-നോട്. AP അനിൽകുമാറിനെതിരെയും അൻവർ രംഗത്തു വന്നു. ഷൗക്കത്തിന് എന്താ പറയാ, ഈ പാലിൽ വിഷം ചേർത്തിട്ടാണ് അവൻ കാണുന്നത്. കാരണം ഷൗക്കത്ത് എന്തായാലും ഇതിൽ മരിച്ചു പോകും. പിന്നെ ഈ രക്ഷയൊന്നുമില്ല. മലപ്പുറത്ത് വേറെ MLA ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഷൗക്കത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ സഹായിക്കും ചെയ്യും. കാരണം അദ്ദേഹത്തിനോടൊപ്പം സ്ട്രോങ് ആയിട്ട് നിന്നാണല്ലോ. അപ്പോൾ ആ ശല്യം ഒഴിവാക്കാം. അതുകൊണ്ട് അങ്ങോട്ട് ജയിച്ച് കയറാം അവിടെ എന്നുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. PV അൻവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നടക്കൂല. ആദ്യം വഴിക്കടവ് പഞ്ചായത്തിലെ ബൂത്തുകളാണ് എണ്ണുന്നത്. ഇവിടെ ലഭിക്കുന്ന വോട്ടുകളിൽ നിന്ന് തന്നെ ട്രെൻഡ് വ്യക്തമാകും. വോട്ടെണ്ണലിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ ഭരണകൂടവും അറിയിച്ചു. വളരെ സ്മൂത്തായി തന്നെ കൗണ്ടിംഗ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി, യാതൊരു സംശയത്തിനും ഇടവില്ലാതെ വേണ്ടി, ഏറ്റവും സുതാര്യമായിട്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടീം 24 നിലമ്പൂർ. നാളെ രാവിലെ 5 മണി മുതൽ 24 തത്സമയം തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാജിക് സ്ക്രീനിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. രാവിലെ 5 മണിക്ക് നമ്മൾ ആരംഭിക്കും. നിലമ്പൂരിൽ വിധി ദിനം നാളെയാണ്. നിങ്ങൾക്കറിയാം, പശ്ചിമേഷ്യയിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ടതോടെ 3 ആണവായുധ കേന്ദ്രങ്ങൾ തകർത്തതോടെ പശ്ചിമേഷ്യയിലെ യുദ്ധം പുതിയ ലെവലിലേക്ക് മാറുന്നു എന്ന ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ലോകം. കടുപ്പിച്ച ഇറാൻ. ഇറാനെതിരായ ഇസ്രയേലി ആക്രമണത്തിൽ അമേരിക്കയും നേരിട്ട് പങ്കുചേർന്നതോടെ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകുന്നുവെന്ന് വാർത്തകൾ. B-2 ബോംബർ വിമാനങ്ങളിൽ നിന്ന് 14 ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. എന്തായാലും അമേരിക്ക ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്.
Last night, on President Trump's orders, U.S. Central Command conducted a precision strike in the middle of the night against 3 nuclear facilities in Iran, Fordo, Natanz, and Esfahan, in order to destroy or severely degrade Iran's nuclear program. And as the chairman of the Joint Chiefs will demonstrate, it was an incredible and overwhelming success. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ആക്രമണത്തിന് പിന്നാലെ നിർണായക നീക്കം നടത്താൻ ഒരുങ്ങുകയാണ് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ പാർലമെന്റ് തീരുമാനമെടുത്തു കഴിഞ്ഞു. ലോകത്തെ ഇന്ധന നീക്കത്തിന്റെ പ്രധാന ഇടനാഴിയാണ് ഹോർമുസ് കടലിടുക്ക്. സംഘർഷം വ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങൾ സുരക്ഷ വർദ്ധിപ്പിച്ചു തുടങ്ങി. ഇറാനിലെ അമേരിക്കൻ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ആശങ്ക അറിയിച്ചു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസും ഖത്തറിൽ നിന്ന് അൻവർ പാലേരിയും അതുപോലെ ന്യൂസ് ഡെസ്കിൽ നിന്ന് പ്രജിൻസി കണ്ണനും ചേരും. ഗൾഫ് രാജ്യങ്ങളെ ലോക വിപണിയുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന ഹോർമോസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ പാർലമെന്റ് തീരുമാനിച്ചു എന്നുള്ളത് നടുക്കുന്ന ഒരു വാർത്തയാണ്. ഇറാന്റെ കടുത്ത തീരുമാനം ഇന്ത്യയെ അടക്കം ലോക രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും? ലോകത്തിൻ്റെ എണ്ണവാതിലുകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും എന്താണ്? പ്രജിൻസി കണ്ണൻ വരുന്നു വിവരങ്ങളുമായി. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പ്രജിൻസി കണ്ണൻ, ഓവർ ടു യു. താങ്ക് യു എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇറാന്റെ പാർലമെന്റ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനുള്ള തീരുമാനം അതെങ്ങനെയാണ് ലോകത്തെ ബാധിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ചും GCC രാജ്യങ്ങളെ മാത്രമല്ല, ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ലോക രാജ്യങ്ങളെയും അത് ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ആദ്യമായിട്ടല്ല ഈ ഹോർമുസ് കടലിടുക്കിനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഇറാന്റെ ഇത്തരം നീക്കങ്ങൾ. മുൻപൊക്കെ ഏതൊക്കെ ഘട്ടത്തിൽ ഈ പ്രതിരോധത്തിലായിട്ടുണ്ടോ ഇറാൻ, ആ സമയമൊക്കെ ഏറ്റവും അവസാന ആയുധം എന്ന രീതിയിൽ വെക്കുന്ന ഒരു കാര്യമാണ് ഈ ഹോർമുസ് കടലിടുക്ക്. അതിന്റെ ജിയോഗ്രഫിക്കൽ പ്രത്യേകത കൊണ്ട് തന്നെ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് തന്നെ ആ ഹോർമുസ് കടലിടുക്കിനെ ഒരു വെപ്പണായി ഇറാൻ ഉപയോഗിക്കുന്നു ഈ ഘട്ടത്തിൽ എന്ന് തന്നെ തുറന്നടിച്ച് നമുക്ക് പറയാൻ കഴിയും. ഇതാ എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഇറാന്റെ ഭൂപടം. അതിൽ വളരെ വ്യക്തമായി കാണാം എന്താണ് ഈ ഹോർമുസ് കടലിടുക്കെന്നും അത് എങ്ങനെയാണ് ലോകരാജ്യങ്ങളെ ഇറാനുമായും അല്ലെങ്കിൽ ഈ GCC രാജ്യങ്ങളെ ഒന്നടങ്കം ബന്ധിപ്പിക്കുന്നത്. ഈ കാണുന്നതാണ് ഹോർമുസ് കടലിടുക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ഒന്നുകൂടെ സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ നമുക്ക് കാണാം ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുള്ളത്. ദുബായ് അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, മസ്കറ്റ്, അതോടെ ഒമാനിലെ മസ്കറ്റ്, UAE ദുബായ്, ഖത്തർ, കുവൈറ്റ്, ഇങ്ങനെ GCC രാജ്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം കിടക്കുന്നത് ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കിന് അടുത്തായിട്ടാണെന്ന് കാണാം. നമുക്ക് കുറച്ചുകൂടി അകത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഈ പറയുന്ന ഈ ചെറിയൊരു ഇടുക്കിനെയാണ് നമ്മൾ ഹോർമുസ് കടലിടുക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുക. അത് ഇറാനും ഒമാനും തമ്മിലുള്ള 2 രാജ്യങ്ങൾക്കിടയിലുള്ള ചെറിയൊരു പാസേജാണ്, ഒരു കടൽ മാർഗമാണ് എന്ന് തന്നെ പറയാം. ഈ മാർഗം വഴിയാണ് അല്ലെങ്കിൽ ഈ സമുദ്രപാത വഴിയാണ് GCC രാജ്യങ്ങളിലേക്കുള്ള പ്രധാനപ്പെട്ട ചരക്കുകളെല്ലാം തന്നെ പോകുന്നതെന്ന് കാണാം. അതായത് മാത്രമല്ല GCC രാജ്യങ്ങളിൽ നിന്ന് അകത്തോട്ടും പുറത്തേക്കുമുള്ള എല്ലാ പ്രധാനപ്പെട്ട ചരക്ക് നീക്കങ്ങളും ഇങ്ങനെയാണെന്ന് കാണാം. ഉദാഹരണത്തിന് ഈ പറയുന്നത് പോലെ GCC രാജ്യമായ കുവൈറ്റിൽ നിന്നും ഒരു കപ്പൽ പുറത്തേക്ക് കിടക്കുക, ആകെയുള്ളൊരു വഴി എന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണെന്ന് കാണാം. അങ്ങനെ പുറത്തേക്ക് എത്തുന്ന ഒരു കപ്പലിന് പിന്നീട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള വലിയ സമുദ്രപാത തുറന്നിടുകയും ചെയ്യും. ഇതാണ് അറേബ്യൻ സീയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ കടലിടുക്ക് ഇവിടെ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന GCC രാജ്യങ്ങളിലേക്ക് അകത്തോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ ഒരു കപ്പലിനും പുറത്തോട്ട് കടക്കാൻ കഴിയാതെ വരും. അങ്ങനെ മറ്റ് രാജ്യങ്ങൾ പ്രതിസന്ധിയിലായും സ്വാഭാവികമായും അവർ ഇറാനോട് അനുഭാവപൂർണ്ണമായ നയം സ്വീകരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു തന്ത്രമാണ് ഈ ഹോർമുസ് കടലിടുക്ക് അടക്കുക വഴി ഇപ്പോൾ ഇറാൻ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഒരു ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇടുങ്ങിയ ഇതിന്റെ ഒരു പാത കൂടി നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 33 കിലോമീറ്റർ മാത്രമാണ് ഈ കടലിടുക്കിന്റെ വീതി എന്ന് കാണാം. ആ സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലാണ് ഈ കടലിടുക്ക് അടയ്ക്കാനുള്ള ഇറാന്റെ തീരുമാനം വരുന്നത്. അങ്ങനെ അടച്ചിടുന്നതോടുകൂടി തന്നെ ആകെ 2 ട്രാക്ക് മാത്രമാണ് കപ്പലിന് പോകാൻ കഴിയുക ഇതുവഴി. ഒന്ന് അകത്തോട്ടും ഒന്ന് പുറത്തോട്ടും പോകാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ. അത്രമാത്രമേ വീതിയുള്ളൂ. കാരണം അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് രാജ്യാന്തര കപ്പൽച്ചാലിന് അപ്പുറമായി പോവും. ഇറാന്റെയും ഒമാന്റെയും അധീനതയിലുള്ള 2 പ്രദേശങ്ങളാണ് അപ്പുറവും ഇപ്പുറവും കാണുക. അതുകൊണ്ട് തന്നെ 2 കപ്പലുകൾക്ക് ഒരേ സമയം അകത്തോട്ടും പുറത്തോട്ടും പോകാനുള്ള സംവിധാനം മാത്രമേ അല്ലെങ്കിൽ അത്രയും വീതി മാത്രമേ ഈ കടലിടുക്കിനുള്ളൂ. അത് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഈ കപ്പൽ ഗതാഗതം തടസ്സപ്പെടും ആ മേഖലയിൽ. അങ്ങനെ മറ്റ് രാജ്യങ്ങളിലേക്ക് ക്രൂഡ് ഓയിലോ അല്ലെങ്കിൽ മറ്റ് എന്ത് ചരക്കുകളാണെങ്കിലും എത്താൻ കഴിയാത്തൊരവസ്ഥ വരും. സ്വാഭാവികമായിട്ടും അവിടുത്തെ സാമ്പത്തിക സ്ഥിതി പരുങ്ങലിലാവും.
അപ്പോൾ ആകെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇറാനോട് അപേക്ഷിക്കുക അല്ലെങ്കിൽ ഇറാന്റെ കൂടെ കൂടുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അല്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം പ്രഖ്യാപിച്ചിരിക്കുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് പിന്നോട്ട് പോകേണ്ടി വരും. അതൊരു വലിയ തന്ത്രമാണ്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിനെ ഒരു വെപ്പണായി ഈ ഘട്ടത്തിൽ ഇറാൻ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് നിസ്സംശയം പറയാം. SKN. ഓക്കെ, പ്രജിൻസി കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഈ കടലെടുക്ക് അടയ്ക്കുന്നതോടെ ഒരുപക്ഷെ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ കീറാമുട്ടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും എണ്ണ ലഭിക്കാനുള്ള വഴികൾ അടയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ അടുത്ത മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ഈ അവസരത്തിൽ PP ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അമേരിക്ക പ്രത്യക്ഷമായ ആക്രമണത്തിൽ ഇറങ്ങിയതോടെയാണ് പശ്ചിമേഷ്യയിലെ ഗതി മാറുന്നത്. PP ജെയിംസ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ് ഈ കാര്യത്തിൽ? SKN, ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ പാർലമെന്റ് തീരുമാനിച്ചു എന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരുന്നത്. കാരണം വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളതാണ്. 2 കോടി ബാരലാണ് അതിലൂടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. 55 ലക്ഷം ബാരൽ ഇന്ത്യയിലേക്ക് വരുന്ന ഓരോ ദിവസം വരുന്നതിൽ 20 ലക്ഷം വരുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. എന്ന് വെച്ചാൽ ഇനി റഷ്യയിൽ നിന്ന് സൂയസ് കനാലും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആഫ്രിക്ക വഴി നമുക്ക് വരുന്ന ഓയിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് തടയാന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അടക്കം ചൈനയിലും ഇന്ത്യയിലും ഏഷ്യൻ രാജ്യങ്ങളിലും വില വല്ലാതെ കൂടാൻ പോകുന്നു. ബാരലിന് $80 മേലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. ഒപ്പം തന്നെ നമ്മളിന്ന് രാവിലെ സംസാരിച്ചിരുന്നതാണ് SKN കഹിയാൻ ന്യൂസിൻ്റെ ചീഫ് എഡിറ്റർ ആയത്തുള്ള ഖൊമനിയെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്നുള്ളത്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ ഹോർമുസ് കടലിടുക്ക് അടച്ച് ബഹ്റിനിലുള്ള അമേരിക്കയുടെ നാവികസേനയെ ആക്രമിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നാവികസേന, അമേരിക്കയുടെ നാവികസേന മിഡിൽ ഈസ്റ്റിലുള്ള നാവികസേനയുമായി ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുകയാണ് ഇറാൻ എന്നാണ് പറയുന്നത്. നാവികസേനയുടെ ബലത്തിൽ ഇസ്രായേലിനേക്കാൾ വലിയ നാവികസേന ഇറാൻ്റേതാണ്. അതേസമയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് 40,000 സൈനികർ, നാവികസേനയടക്കം 40,000 സൈനികരും 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകളുമുണ്ട്. 60 യുദ്ധവിമാനങ്ങൾ കൊള്ളുന്ന USS കാൾ വിൻസനും ഒപ്പം തന്നെ നിമിറ്റ്സും USS നിമിറ്റ്സ് 2 യുദ്ധ വിമാനവാഹിനി കപ്പൽ. അപ്പോൾ ഇതിനു നേരെ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആയത്തുള്ള അലി ഖമനായെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള അവരുടെ പ്രതിനിധികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒളിവിലാണ് ആയത്തുള്ള ഖമനായി എന്ന് മാത്രമല്ല ആശയവിനിമയത്തിനുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഉപേക്ഷിച്ചിരിക്കുകയാണ്. കണ്ടുപിടിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിശ്വസ്തര വഴിക്കാണ് സന്ദേശങ്ങൾ കൈമാറുന്നത്. ബങ്കറുകൾ മാറിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നറിയാൻ ഞങ്ങൾ കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പോൾ കണ്ടുപിടിക്കാത്ത തരത്തിൽ ഖമനി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ SKN വളരെ വലിയൊരു സംഭവവാസം ഉണ്ടായിരിക്കുന്നത് നമ്മൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ പറഞ്ഞതാണ്. റഷ്യയും ചൈനയും ഇതുവരെ ഇടപെട്ടിട്ടില്ല. റഷ്യയും ചൈനയും രംഗത്ത് വന്നിരിക്കുന്നു. അമേരിക്കയ്ക്കെതിരെ അപലപിച്ചിരിക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചിയുമായിട്ട് നേരിട്ട് നാളെ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ് വലിയ രാഷ്ട്രീയ സംഭവവാസം. വേണ്ടി വന്നാൽ ഇറാന് അണുവായുധം കൊടുക്കാൻ റഷ്യ തയ്യാറാവുമെന്നുള്ള പ്രതികരണം വരുന്നുണ്ട്. ചൈന അപലപിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, PP ജെയിംസ്, നമുക്കൊരു സംശയം കൂടി. പ്രജിൻസി കണ്ണൻ, യഥാർത്ഥത്തിൽ ഏതൊക്കെ ഈ ഗൾഫ് നാടുകളിലെ എണ്ണയുടെ പ്രവാഹമാണ് ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതോടെ ഉണ്ടാവുക? അതുകൊണ്ട് തന്നെ ഗൾഫിലെ പല രാജ്യങ്ങളും ആശങ്കയിലുണ്ട്. അതുകൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായി. പ്രജിൻ നന്നായി വിശദീകരിക്കുന്നു എന്നൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ധാരണ കൂടി വന്നാൽ എത്രമാത്രം അപകടകരമാണ് ഈ കടലിടുക്ക് അടച്ചാൽ ഉണ്ടാവുക എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാകട്ടെ. തീർച്ചയായിട്ടും SKN അത് നേരത്തെ പറഞ്ഞു തന്നെയാണ്. GCC രാജ്യങ്ങളെല്ലാം ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നത് നമുക്ക് ഈ മാപ്പിൽ തന്നെ വളരെ വ്യക്തമാണ്. അതാ ഞാൻ ഒന്നുകൂടി അതിനെ സൂം ഔട്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഇരിക്കും നമ്മുടെ മാപ്പ്. അതിൽ ഏത് ഭാഗത്താണ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്താണ് ഹോർമുസ് കടലിടുക്കിന്റെ സ്ഥാനം. അപ്പോൾ തന്നെ ഈ ഒരു കടലിടുക്ക് അടയ്ക്കുന്നതോടുകൂടെ തന്നെ ഈ രാജ്യങ്ങളിലേക്കുള്ള എല്ലാ ചരക്ക് ഗതാഗതവും നിലച്ചു പോകും. ആ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പ്രധാനപ്പെട്ട GCC രാജ്യമായ കുവൈറ്റാണ്. ഏറ്റവും കൂടുതൽ അസംസ്കൃത അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം നടക്കുന്ന ഖനനം നടക്കുന്ന ഒരു പ്രദേശമാണ് കുവൈറ്റ്. മറ്റൊന്ന് ഇറാഖ്, അതോടൊപ്പം സൗദി അറേബ്യ, അതോടൊപ്പം ഒമാൻ, ഇറാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു, യുണൈറ്റഡ് അറബ് UAE,
ഇത്തരം രാജ്യങ്ങൾ, അതായത് GCC രാജ്യങ്ങളിലേക്ക് എല്ലാമുള്ള ഒരു ചരക്കുപാതയാണ് ഈ പറയുന്ന ഹോർമുസ് കടലെടുക്ക്. ഇവിടെ അടയ്ക്കുന്നതോടുകൂടി രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അതിലേക്കാണ് നമ്മൾ ഒന്നുകൂടി ഊന്നി പറയേണ്ടത്. ഒന്ന്, ഈ GCC രാജ്യങ്ങളിലേക്കുള്ള സാധാരണ അല്ലെങ്കിൽ ഈ ക്രൂഡ് ഓയിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ ചരക്കുകളുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്ക് നിലയ്ക്കും. അങ്ങനെ അവരൊറ്റപ്പെടുന്ന സ്ഥിതി വരും. അല്ലെങ്കിൽ ആകാശമാർഗമോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളൊക്കെ തേടേണ്ടി വരും. പക്ഷേ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. സമുദ്രമാർഗം വഴിയാണല്ലോ ഏറ്റവും വലിയ ഈ ചരക്ക് ഗതാഗതം നടക്കുന്നത്. അത് പൂർണ്ണമായും തടസ്സപ്പെടും. ഇനി പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ GCC രാജ്യങ്ങൾ, കുവൈറ്റ് അല്ലെങ്കിൽ സൗദി അറേബ്യ, ഒമാൻ, ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളുമായി വാണിജ്യത്തിൽ ഏർപ്പെടുന്നുണ്ട്. ആ രാജ്യങ്ങളിലേക്ക് പോകേണ്ട പ്രധാനപ്പെട്ട പാതയാണ്. ഒരു പക്ഷേ ഇത് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഇവിടെ നിന്നും പുറത്തേക്ക് കടക്കുന്ന ഒരു കപ്പലിന് പിന്നീട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള പാത അവിടെ നിന്നാണ് തുറന്നു വരിക. പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ അറേബ്യൻ സീ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് കപ്പലുകൾക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുക വഴി, അത് ഇറാന്റെ ഒരു തന്ത്രമാണ്, അടയ്ക്കുക വഴി മറ്റു രാജ്യങ്ങളെ കൂടി ബുദ്ധിമുട്ടിലാക്കാൻ ഇറാന് കഴിയും. സ്വാഭാവികമായിട്ടും അമേരിക്ക അടക്കമുള്ള ഇപ്പോൾ ഇറാനെതിരെ ആക്രമണം പ്രഖ്യാപിച്ചിരിക്കുന്ന നടത്തുന്ന രാജ്യങ്ങൾക്ക് പിന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കടലിടുക്കിനെ ഒരു വെപ്പണായി ഈ പ്രതിരോധ സമയത്ത് ഇറാൻ ഉപയോഗിക്കുന്നതും. ഓക്കെ, താങ്ക് യു പ്രജിൻസി കണ്ണൻ. ഇറാനിലെ അമേരിക്കൻ ആക്രമണത്തിനെതിരെ നിരവധി രാജ്യങ്ങൾ രംഗത്ത് വന്നു. ആക്രമണങ്ങളിൽ ഇന്ത്യയും ആശങ്ക രേഖപ്പെടുത്തി. അമേരിക്കൻ നടപടിയെ ഐക്യരാഷ്ട്ര സംഘടന ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു. രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ അടിയന്തര യോഗം നാളെ ചേരുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി നാളെ മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ആശങ്കയുടെ ലോകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി സംസാരിച്ചു. പുതിയ സംഭവങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ നരേന്ദ്രമോദി പ്രശ്നപരിഹാരത്തിന് ചർച്ചയാണ് മാർഗമെന്നും പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനത്തിൽ ശുപാർശ ചെയ്ത പാകിസ്ഥാൻ ഇറാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പാക് സൈനിക മേധാവി അസിം മുനീറിന് ട്രംപ് വിരുന്നു നൽകിയിരുന്നു. അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ച പാകിസ്ഥാൻ പ്രതിരോധത്തിന് ഇറാൻ അവകാശമുണ്ട് എന്നും വ്യക്തമാക്കി. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അമേരിക്കൻ ആക്രമണത്തെ ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു. റഷ്യ, ചൈന, തുർക്കി, സൗദി അറേബ്യ, ഒമാൻ, ഇറാഖ്, ക്യൂബ, വെനസ്വല, ചിലെ എന്നീ രാജ്യങ്ങളും US ആക്രമണത്തിനെതിരെ രംഗത്തു വന്നു. ഇറാന്റെ ആണവ പരിപാടികൾ ലോകത്തിന് ഭീഷണിയാണെന്നും ഇതില്ലാതാക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തിയതെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമർ പറഞ്ഞു. ഓസ്ട്രേലിയയും ജർമ്മനിയും അമേരിക്കൻ ആക്രമണത്തെ ന്യായീകരിച്ചു. സമാധാനം കാത്തുസൂക്ഷിക്കാൻ ഖത്തറും ജപ്പാനും ഇറ്റലിയും ന്യൂസിലാൻഡും ആഹ്വാനം ചെയ്തു. പ്രശ്നം ചർച്ച ചെയ്യാൻ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി നാളെ അടിയന്തര യോഗം ചേരും. യൂറോപ്യൻ യൂണിയനും നാളെ യോഗം ചേരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് ഡെസ്ക് 24. ഈ ഖത്തർ വഴിയുള്ള എണ്ണയുടെ ഗതാഗതവും യഥാർത്ഥത്തിൽ പ്രശ്നമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഖത്തറിൽ നിന്ന് അൻവർ പാലേരി കൂടി നമുക്കൊപ്പം ചേർന്നു. അതുപോലെ ബഹറിനിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി വാർത്തകൾ വരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ വാർത്തയാകുന്നു. ഈ അവസരത്തിൽ ഖത്തറിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അൻവർ പാലേരി തത്സമയം ചേർന്നു. അൻവർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അൻവർ, ശരിക്കും ഈ ഖത്തറിൽ ഇങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടോ? ബഹറിൻ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. ബഹറിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? SKN, തീർച്ചയായും ഇറാനുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന 3 രാജ്യങ്ങളാണ്. ഏറ്റവും തൊട്ടടുത്ത് കുവൈത്ത്, അത് കഴിഞ്ഞാൽ ബഹ്റൈൻ, പിന്നീട് ഖത്തറാണ്. ഖത്തറിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക നട്ടെല്ല് എന്ന് പറയുന്നത് പ്രകൃതിവാതക കയറ്റുമതിയാണ്. ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ പ്രകൃതിവാതകം കയറ്റി അയക്കുന്നതിൽ വലിയൊരു പങ്കും ഖത്തറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്ക് ഇത്തരത്തിൽ അവിടെ ഒരു നിരോധനം വരുന്നത് വലിയ രീതിയിൽ ഖത്തറിനെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പ്രകൃതിവാതക കയറ്റുമതി മാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മറ്റു സാധനങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ വരേണ്ടത് കപ്പൽ മാർഗം വരുന്നത് ഏറ്റവും കൂടുതൽ കപ്പൽ മാർഗമാണ്. ഈ മാർഗം തന്നെയാണ് വരുന്നത്. വിമാനമാർഗം ചരക്കുകൾ എത്തിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അത് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകും എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം, 2017 ഖത്തറിനെതിരെ ഗൾഫ് രാജ്യങ്ങൾ ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ അത് വലിയ രീതിയിൽ ഖത്തറിലെ ജനങ്ങൾ അനുഭവിച്ചതാണ്. പക്ഷേ അന്ന് ഇറാനെ പോലുള്ള ചില രാജ്യങ്ങൾ, ഇറാനും ഇന്ത്യയും അടക്കം വലിയ രീതിയിൽ, ഇറാനും ഇന്ത്യയും തുർക്കിയും ഒക്കെ വലിയ രീതിയിൽ സഹകരിച്ചത് കൊണ്ടാണ് അന്ന് ഖത്തറിന് വലിയ കോട്ടമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. എന്നാൽ അതിനുശേഷം ഈ 2017 ഉപരോധത്തിന് ശേഷം
ഖത്തർ ഭക്ഷ്യോൽപാദനത്തിൽ ഏറെക്കുറെ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി നിർമ്മാണ മേഖലയിൽ അതുപോലുള്ള മറ്റ് നിർമ്മാണ വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളിൽ തന്നെ വലിയൊരു ഭാഗവും കപ്പൽ വഴിയാണ് ഖത്തറിലേക്ക് എത്തുന്നത്. ഇത് മുഴുവൻ വിമാനം വഴി കൊണ്ടുവരേണ്ട ഒരവസ്ഥയുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഖത്തറിൽ മാത്രമല്ല മറ്റു ഗൾഫ് രാജ്യങ്ങളിലും വലിയ തരത്തിലുള്ള വിലക്കയറ്റം ഉണ്ടാകും. പിന്നെ SKN പറഞ്ഞതുപോലെ സുരക്ഷാ കാര്യങ്ങളാണെങ്കിൽ ഖത്തറിൽ ഇതുവരെ പ്രത്യക്ഷമായി അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ബഹ്റൈനാണ് ആദ്യമായി അത്തരത്തിലുള്ള ഒരു സുരക്ഷാ നടപടികളിലേക്ക് നീങ്ങിയത്. ആദ്യം സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറി. ഇത് വലിയൊരു പ്രശ്നമുണ്ടാക്കുന്ന കാര്യമല്ല. കാരണം 2 ദിവസം കഴിഞ്ഞാൽ ബഹ്റൈനിൽ അവധി തുടങ്ങുകയാണ്, സ്കൂളുകളുടെ അവധിക്കാലം തുടങ്ങുകയാണ്. പിന്നീട് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മുഴുവൻ ഓൺലൈൻ വഴി വർക്ക് ഫ്രം ഹോം എന്ന സംവിധാനത്തിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ കുവൈത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് കുവൈത്തിലെ പ്രധാന സർക്കാർ സ്ഥാപനങ്ങൾ, സമുച്ചയങ്ങളെല്ലാം ഷെൽട്ടർ സംവിധാനം ഒരുക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി വന്നിട്ടുണ്ട്. അത് ധനകാര്യ മന്ത്രാലയമാണ്, കുവൈത്ത് ധനകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ഖത്തറിൽ അത്തരത്തിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. SKN. ഓക്കെ, താങ്ക് യു അൻവർ പാലേരി. പസഫിക് സമുദ്രത്തിലെ ഗ്യാം ദ്വീപിലെ സേനാ താവളത്തിൽ നിന്നാണ് ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ പറന്നുയർന്നത്. ഗ്യാമിൽ നിന്ന് 7500 കിലോമീറ്റർ ആകാശദൂരം പിന്നിട്ട് കഴിഞ്ഞാണ് ലക്ഷ്യസ്ഥലത്ത് ആക്രമണം ഉണ്ടായത്. പശ്ചിമ പസഫിക്കിലെ അമേരിക്കയുടെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രം. ശനിയാഴ്ച അമേരിക്കയിലെ മിസൗറിയിൽ നിന്ന് B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഗ്വാമിലെ ആൻഡേഴ്സൺ വ്യോമത്താവളത്തിൽ എത്തിയപ്പോഴേ ആക്രമണത്തിന്റെ സൂചനകൾ തെളിഞ്ഞു വന്നു. ഗ്വാം തിരഞ്ഞെടുത്തതിന് 2 കാരണങ്ങൾ. ഒന്ന്, അമേരിക്കയിൽ നിന്ന് നേരിട്ട് പറന്നു ചെല്ലുന്നതിനേക്കാൾ എളുപ്പം. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സേനാത്താവളങ്ങൾ ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ വരുമെന്നതാണ് രണ്ടാമത്തെ കാരണം. ഗ്വാമിൽ നിന്ന് 7500 കിലോമീറ്റർ ആകാശദൂരമുണ്ട് ഇറാനിലേക്ക്. ഒറ്റപ്പറക്കലിൽ പരമാവധി 11000 കിലോമീറ്റർ ദൂരം B-2 വിമാനങ്ങൾക്ക് സഞ്ചരിക്കാനാകും. പറക്കുന്നതിനിടെ ആകാശത്ത് വച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന KC പെഗാസസ് എന്ന ടാങ്കർ വിമാനത്തിന്റെ സഹായത്തോടെ ഇതിലുമധികം ദൂരം B-2 വിമാനങ്ങൾക്ക് നിലം തൊടാതെ സഞ്ചരിക്കാനാകും. അമേരിക്കൻ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ദ്വീപ് 2ാം ലോകമഹായുദ്ധകാലത്ത് 1941-ൽ ജപ്പാനീസ് സേന പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് 1944-ൽ ദ്വീപിന്റെ നിയന്ത്രണം അമേരിക്ക തിരികെ പിടിച്ചു. അമേരിക്കൻ സൈനികരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്ന സമൂഹമാണ് ഗ്വാമിലേത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഓപ്പറേഷൻ സിന്ധു പ്രകാരം ഇറാനിലെ മഷാദിൽ നിന്നുള്ള വിമാനം ഡൽഹിയിലെത്തി. വിമാനത്തിൽ 312 ഇന്ത്യക്കാരുണ്ട്. തിരിച്ചെത്തിയവരിൽ ഒരാൾ മലയാളി. കണ്ണൂർ സ്വദേശിയായ ദിനേശ് കുറുജനാണ് തിരിച്ചെത്തിയത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ പറയൂ. SKN ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായിട്ട് ഇറാനിലും ഇസ്രായേലിലും കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ഊർജിതമായി തന്നെ തുടരുകയാണ്. ഇന്നും ഒരു വിമാനം എത്തിയിരുന്നു ഡൽഹിയിൽ. അതിൽ 312 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇറാനിലെ മഷാദിൽ നിന്നാണ് ഈ വിമാനം എത്തിയത്. ഇതിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ദിനേശ് കുർജനാണ് ഉള്ളത്. ഇയാൾ മലയാളിയാണെങ്കിൽ പോലും വർഷങ്ങളായി ഗുജറാത്തിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹവും ഈ നിന്ന് വന്ന വിമാനത്തിൽ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇസ്രായേലിൽ നിന്നും കുടിയൊഴിപ്പിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കുന്ന ദൗത്യവും ഇന്ത്യ തുടരുകയാണ്. ഇതുവരെയ്ക്കും അവിടെ എംബസിയിൽ ആയിരക്കണക്കിന് ആളുകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇവരെ ഏത് മാർഗേന അതിർത്തി രാജ്യം വഴി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത്. പക്ഷേ ഇതുവരെയ്ക്കും അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. പക്ഷേ അവർ അതിർത്തി വഴി മറ്റു രാജ്യങ്ങൾ, ജോർദാൻ, ഈജിപ്ത് രാജ്യങ്ങളിൽ എത്തുന്ന ആ മുറയ്ക്ക് തന്നെ അവരെയും ഇന്ത്യയിലേക്ക് എത്തിക്കും. ഇതുവരെയ്ക്കും 6 വിമാനങ്ങളാണ് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് 1428 പേരെ ആണ് ഇതുവരെയ്ക്കും ഒഴിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറാനിൽ നിന്ന് എത്തുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അജീഷ് ജയകുമാർ. ഇപ്പോൾ വരുന്നൊരു വാർത്ത, ഇടുക്കി പാണ്ടിപ്പാറയിൽ ലോറിക്ക് പിന്നിൽ ബൈക്ക് ഇടിച്ച ഒരാൾ മരിച്ചു. പാണ്ടിപ്പാറ ഇടയാടിയിൽ
കുന്നേൽ രാഹുൽ മോഹനാണ് മരിച്ചത്. 28 വയസ്സ് പ്രായമുണ്ടായിരുന്നു. നിർത്തിയിട്ടിരുന്ന തടിലോറിക്ക് പിന്നിൽ ബൈക്ക് പോയി ഇടിച്ചാണ് അപകടമുണ്ടായത്. രാഹുൽ മോഹനൻ തൽക്ഷണം മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോറിക്ക് പിന്നിലേക്ക് ബൈക്ക് ഇടിച്ച് കയറുകയായിരുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സങ്കടകരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല സങ്കടകരമാണ്. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കടക്കും. ഹെഡ്ലൈൻ ആദ്യം ബ്രേക്ക്. കേരളത്തിലെ ചില ജില്ലകളിലൊക്കെ കാര്യമായി മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ കനത്ത മഴയാണെന്ന് പല പ്രേക്ഷകരും കമന്റ് ബോക്സിൽ പറയുന്നു. അതോടൊപ്പം പതിവ് ചോദ്യവും ചോദിക്കുന്നു, അവധിയുണ്ടോ? അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാരോ ജില്ലാ കളക്ടറോ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റൊരു വാർത്ത ഈ നിമിഷത്തിൽ വരുന്നത് ഫോർട്ട് കൊച്ചി CPM-ന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി റൂഫസ് ഫെർണാണ്ടസിന് കുത്തേറ്റു എന്ന വാർത്തയാണ്. ഫോർട്ട് കൊച്ചി സ്വദേശി മുരളിയാണ് റൂഹാസിനെ കുത്തിയത്. വേളി ബ്രാഞ്ച് സെക്രട്ടറിയായ ബിന്ദുവിൻ്റെ ഭർത്താവാണ് മുരളി. വനിതാ ബ്രാഞ്ച് സെക്രട്ടറിയായ ബിന്ദുവിനെ റൂഫസ് ഫോണിൽ വിളിച്ച് മോശമായി പെരുമാറി എന്നതാണ് ഈ സംഭവത്തിന് പ്രകോപനമായത്. വൈറൽ കുത്തേറ്റ റൂഫസ് കൊച്ചിയിലെ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയിലാണ്. മുരളിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വിശദമായി കടക്കുന്നു. വളരെ അഭിമാനത്തോടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇനി. ലഹരിക്കും അതിക്രമങ്ങൾക്കുമെതിരെ 24 നടത്തിയ ഒരു മാസം നീണ്ടുപോയ യാത്രയിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നാളെ അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, എക്സൈസ് കമ്മീഷണർ എന്നിവർ പങ്കെടുക്കുന്ന യോഗമാണ് നടക്കുക. ഈ യോഗത്തിലാണ് 24 റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അനന്തര നടപടികൾ സ്വീകരിക്കുക. അലക്സറാം മുഹമ്മദ് തിരുവനന്തപുരത്ത് തത്സമയം ചേരുകയാണ്. അലക്സറാം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമുക്കൊരു അഭിമാന നിമിഷം കൂടിയാണ് ഇത്. നമ്മൾ നൽകിയ റിപ്പോർട്ട് 100 പേജുള്ള റിപ്പോർട്ട്, 2 ഭാഗങ്ങളുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രി വളരെ ഗൗരവത്തിലെടുത്തിരിക്കുന്നു. അതിൻ്റെ പേരിൽ നടപടിയായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. വിവരങ്ങൾ. ഗുഡ് ഈവനിങ്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രേക്ഷകർക്കടക്കം അറിയാവുന്നതുപോലെ അങ്ങയുടെ 40ാമത് മാധ്യമ ജീവിതത്തിൻ്റെ ആഘോഷങ്ങൾ ഒഴിവാക്കി അത് കേരളത്തിനെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തിനെതിരെയുള്ള പോരാട്ടമായി മാറ്റുകയായിരുന്നു. അങ്ങനെ ഒരു ക്യാമ്പയിനാണ് നമ്മൾ ആരംഭിച്ചത്. അരുത് അക്രമം, അരുത് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ ക്യാമ്പയിൻ ഒരു മാസത്തോളം നീണ്ടുനിന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ യാത്ര ചെയ്തു. ഈ യാത്രയിലുടനീളം ലഭിച്ച വിവരങ്ങൾ, ലഹരി കേന്ദ്രങ്ങളെക്കുറിച്ച് ഒട്ടനവധി ആളുകൾ നമ്മളോട് വന്ന് വിവരങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അവരുടെ വീടുകളിൽ തന്നെയുള്ള അനുഭവങ്ങൾ പറഞ്ഞ് ഞെട്ടിയത് കേരളമാകെ കണ്ടതാണ്. അത്തരത്തിൽ ക്രോഡീകരിച്ച വിവരങ്ങളുടെ റിപ്പോർട്ട് നമ്മൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു, സർക്കാരിന് സമർപ്പിച്ചിരുന്നു. 24-ന്റെ പഠന ഗവേഷണ റിപ്പോർട്ടായാണ് സമർപ്പിച്ചത്. അത് നമ്മൾ കണ്ടെത്തിയ ലഹരി കേന്ദ്രങ്ങൾ, ലഹരി വിൽപ്പന രീതി, വിപണന രീതി, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി പ്രതിപാദിക്കുന്ന റിപ്പോർട്ടാണ്, ഗവേഷണ പഠന റിപ്പോർട്ടാണ് 24 സമർപ്പിച്ചത്. മുഖ്യമന്ത്രി അതിൻ്റെ ആമുഖം തന്നെ വായിച്ചതിന് ശേഷം അങ്ങേയറ്റം ഗൗരവമുള്ള കാര്യമാണ് റിപ്പോർട്ടിലുള്ളതെന്നും തുടർന്ന് അത് കാര്യമായി തന്നെ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി 24-ന് ഉറപ്പ് നൽകിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് ഉന്നതതല യോഗം. ലഹരിക്കെതിരെയുള്ള സർക്കാർ പോലും പ്രഖ്യാപിച്ച കുരിശുയുദ്ധത്തിൻ്റെ ഭാഗമായി 24 കൂടി പങ്കാളികളാകുന്നു. 24 നൽകിയ റിപ്പോർട്ട് ചർച്ച ചെയ്യാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഒക്കെ സ്വീകരിക്കണം എന്നുള്ളത് കൈക്കൊള്ളാനും നാളെ ഒരു ഉന്നത തല യോഗം മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ഒപ്പം സംസ്ഥാന പോലീസ് മേധാവി, എക്സൈസ് കമ്മീഷണർ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരി വിപണന കേന്ദ്രങ്ങൾ, നമ്മൾ കണ്ടെത്തിയ ലഹരി വിപണന കേന്ദ്രങ്ങൾ, ഒപ്പം വിപണന രീതി, ഏതൊക്കെ തരത്തിലാണ് ലഹരി കേരളത്തിലേക്ക് ഒഴുകുന്നത്, എത്തുന്നത്, കുട്ടികളിലേക്ക് എത്തുന്നത്, വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത്, സ്കൂളുകളിലേക്ക് എങ്ങനെ ലഹരി എത്തുന്നു, അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഈ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം, അത് ചർച്ച ചെയ്തതിന് ശേഷം എന്തൊക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ സുപ്രധാനമായ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ രാവിലെ 11:30 മണിക്കാണ് ഈ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. സ്കേൻ. താങ്ക് യു അലക്സറാം മുഹമ്മദ്. എന്തായാലും സന്തോഷമുള്ള കാര്യമാണ്. നാളെ രാവിലെ ഉന്നതതല യോഗം ചേർന്ന് നടപടികൾ സ്വീകരിക്കട്ടെ. കേരളത്തിലെ സ്കൂളുകളും അതുപോലുള്ള സ്ഥലങ്ങളുമൊക്കെ തന്നെ ഈ MDMA പോലുള്ള മാരകമായ മയക്കുമരുന്നിൽ മുക്തമാകട്ടെ. ലഹരി മുക്തമായൊരു കേരളവും അക്രമരഹിതമായൊരു കേരളവുമാണ് നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നാളത്തെ ഉന്നതതല യോഗം വഴികാട്ടിയാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മറ്റു വിവരങ്ങൾ നമുക്ക് നാളെ ഈ യോഗം കഴിഞ്ഞ് പ്രേക്ഷകരെ അറിയിക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ അവസരത്തിൽ PV അൻവർ മാധ്യമങ്ങളെ കാണുന്നു. അതിന്റെ തത്സമയം CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ഉത്തരവാദിത്തപ്പെട്ട താഴേക്കടയിലുള്ള ഒട്ടനവധി നേതാക്കന്മാരുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. ആ സഖാക്കൾ തന്ന കണക്കും അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് 35,000-40,000 വോട്ടേ സ്വരാജ് പിടിക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ നിർഭാഗ്യവശാൽ CPM ഇവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും എൻ്റെ പ്രവർത്തനങ്ങൾ പൊതുവായിട്ട് കൊട്ടിഘോഷിക്കപ്പെട്ട രീതിയിൽ കാണാതാകുകയും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടവും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുകയും ചെയ്തുകൊണ്ട് എനിക്ക് വോട്ട് സ്വരൂപിക്കാൻ കഴിയില്ല എന്ന
CPM കൊടുത്ത കണക്ക് വിശ്വസിച്ചുകൊണ്ട് ഷൗക്കത്ത് തോൽക്കണം, അവരാവശ്യം അതാണ്. ഒരു കാരണവശാലും ഷൗക്കത്തിനെ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അൻവറിന് വോട്ട് ചെയ്തിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. അപ്പോൾ പിന്നെ എന്താ മാർഗം? ആ വോട്ട് ക്രോസ് വോട്ട് എൻ ബ്ലോക്കായിട്ട് അരിവാൾ ചുറ്റിക കണ്ടാൽ ഓടുന്ന പല UDF പ്രവർത്തകരുമാണ് കഷായം നമ്മൾ കുടിക്കുന്ന പോലെ ആ വോട്ട് ചെയ്തിട്ടുള്ളത്. അത് സത്യത്തിൽ ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസായിപ്പോയി എന്നെ സംബന്ധിച്ചിട്ട്. പക്ഷേ ദൈവകൃപ ഉണ്ടെങ്കിൽ ഇന്ന് എനിക്ക് കിട്ടിയ സർവേ റിപ്പോർട്ടിൽ വസ്തുതാപരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാനാണ് പാരാമീറ്റേഴ്സ് നിശ്ചയിച്ചു കൊടുത്തത്. ഇവിടെ 139 MLA-മാരും MP-മാരും മന്ത്രിമാരൊക്കെ വന്നുപോയി. ഒരാൾ അനങ്ങാൻ കഴിയാത്ത വിധം ഓരോ വോട്ടറുടെയും അവൻ്റെ കുടുംബസ്ഥിതി, അവൻ്റെ സാമൂഹിക ചുറ്റുപാടും അവൻ്റെ സാമ്പത്തിക ചുറ്റുപാടും കണ്ട് എൻ ബ്ലോക്കായിട്ട് അവൻ്റെ വോട്ട് തിരിക്കാനുള്ള അത്രയും ഡീപ്പായിട്ടുള്ള വർക്ക് നടന്നിട്ടുണ്ട്. പക്ഷേ ഈ വന്ന ആളുകൾക്കൊന്നും മനസ്സിലായില്ല. ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു മുക്കിലോ മൂലയിലോ ഒരു ഇല ഇളകിയാൽ അത് അറിയാനുള്ള വ്യക്തിബന്ധങ്ങൾ PV അൻവറിനുണ്ട് എന്ന് ഇവരാരും മനസ്സിലാക്കിയില്ല. അപ്പോൾ അവരൊക്കെ ഓരോ വീട്ടിൽ കയറി പറഞ്ഞതും ഓരോ വ്യക്തികളോട് പറഞ്ഞതും ഇവിടുത്തെ പല സംഘടനകൾക്ക് കൊടുത്ത ഓഫറും എല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ കൃത്യമായി അതിനെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ചില ആളുകളെ അപ്പുറത്ത് നിർത്താൻ ചില ഘട്ടങ്ങളിൽ സാധിച്ചിരുന്നു. പല ഓഫറുകൾ കൊടുത്തിട്ട് പാവപ്പെട്ട കുറേ വോട്ടർമാരെ അവരെ പറഞ്ഞു തിരുത്താൻ ഞങ്ങളുടെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിരുന്നുകാർ പോവുകയും നാട്ടുകാർ മാത്രമാകുകയും ആ നാട്ടുകാരുടെ കൂട്ടത്തിൽ PV അൻവർ ഒറ്റക്കാവുകയും ചെയ്തു. നിങ്ങളന്ന് എന്നോട് ചോദിച്ചു, എന്താണ് ഈ കൊട്ടിഘോഷത്തിന് എന്താ നിങ്ങളെ കാണാത്തതെന്ന്, എന്താ കൊട്ടിക്കലാശം? ഞാനന്ന് പറഞ്ഞ മറുപടി ഉണ്ട്. ഞങ്ങൾ തുടക്കം ആരംഭിക്കുകയാണ്. ഞങ്ങളെ കൊട്ടിക്കലാശം 19-ാം തീയതിയാണ്. അത് നിലമ്പൂരിലെ ജനങ്ങൾ അവരുടെ വിരൽത്തുമ്പോണ്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും പിണറായി സത്തിനെതിരെ. ഞങ്ങൾ കൊട്ടിക്കലാശം മാറ്റി വെച്ചിട്ട് തുടക്കം 19-ാം തീയതി 12 മണിക്ക് ഇവിടുന്ന് ആരംഭിക്കും. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ എഴുതി വെച്ചോ, ഈ മലയോര മേഖല എന്ന് പറയുന്നത് ഈ അനിമൽ അറ്റാക്കുള്ള ഫോറസ്റ്റ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന 489 പഞ്ചായത്താണ്. 63 നിയമസഭാ മണ്ഡലമാണ്. 1.5 കോടി ജനങ്ങളുണ്ട്. അതിൽ 1 കോടി ജനം പരിപൂർണമായി തകർന്നടിഞ്ഞു കിടക്കുകയാണ്. കാർഷിക മേഖല മുഴുവൻ കടക്കാരാണ്, മുഴുവൻ ജപ്തിയുടെ വക്കിലാണ്, ഒരാശ്വാസവും ഇല്ല. അതിനിടയിലാണ് ഈ കടുവയും പുലിയും വന്നിട്ട് മനുഷ്യനെ കൊന്നു തിന്നു പോകുന്ന, ആന ചവിട്ടി തേക്കുന്നത്. ഈ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തത്. ആ വിഷയമാണ് ഞാൻ ഉന്നയിച്ചത്. ഇവിടെ അന്താരാഷ്ട്ര വിഷയം പറഞ്ഞ് തടി തപ്പാൻ നോക്കിയവരുടെ പെടലിക്ക് വോട്ടർമാർ പിടിച്ചിട്ടുണ്ട്. അതാണെന്ന് എനിക്ക് കിട്ടിയ സർവേ റിപ്പോർട്ട്. അതുകൊണ്ട് ആവർത്തിച്ച് പറയണം, പടച്ച തമ്പുരാൻ ഈ പാവപ്പെട്ടവൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഒരു 11 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 12 മണിക്ക് വോട്ടെണ്ണി PV അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എന്തായാലും PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാൻ പോവുകയാണ്. EV ജയശങ്കർ ഇപ്പോൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. 9 വയസ്സുകാരിയെ 8 മാസത്തോളം ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ 2 പേർ പിടിയിലായി. കൊല്ലം ജില്ലയിലെ ഐവറുകാല സ്വദേശി അനിൽകുമാറാണ് പീഡനത്തിന് പ്രതിയെ സഹായിച്ച ലത എന്ന് 2 പേർ ഇപ്പോൾ അറസ്റ്റിലായി. ആറന്മുള പോലീസാണ് പ്രതികളെ പിടികൂടിയത്. പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് ഈ കേസ് അന്വേഷിച്ചത്. ഇപ്പോൾ 2 പേർ പിടിയിലായി എന്നാണ് ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. ക്രോസ് വോട്ടിംഗ് നടന്നുവന്ന് ഏറ്റവും അവസാന മണിക്കൂറായ ഇപ്പോൾ പോലും PV അൻവർ വിമർശനമുയർത്തി. വോട്ടെടുപ്പിൻ്റെ തത്സമയ വിവരങ്ങൾ സമഗ്രമായി പ്രേക്ഷകരിലെത്തിക്കാൻ എല്ലാവിധമായ സജ്ജീകരണങ്ങളും 24 ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ 5 മണി മുതൽ നിങ്ങൾക്ക് തത്സമയം 24-ൽ കാണാം. യഥാർത്ഥ ഇടവേളകളില്ലാതെയായിരിക്കും ഈ സംപ്രേഷണം ഉണ്ടാവുക. മാത്രമല്ല ഒറ്റ സ്ക്രീനിൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ലഭിക്കുന്ന ഈ 24-ൻ്റെ പതിവ് മാജിക് സ്ക്രീൻ നാളെ ഉണ്ടാകും. മറ്റു ചില കൗതുകങ്ങളും ഞങ്ങൾ കാത്തുവച്ചിട്ടുണ്ട്. എന്തായാലും കൗണ്ടിങ്ങിൻ്റെ ഒരുക്കങ്ങളുമായി വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് ചേരുന്നു. അതുപോലെ UDF സാധ്യതകളും മണ്ഡലത്തിൻ്റെ പൊതുചിത്രവും ദീപക് തർമ്മണം നമുക്ക് നൽകും. അതുപോലെ LDFിൻ്റെ വിജയ സാധ്യതകളെക്കുറിച്ച് പറയാൻ ശ്രീജിത്ത് ശ്രീകുമാരനും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് വിപിൻ സി വിജയനിലേക്ക്. കൗണ്ടിങ് ഒരുക്കങ്ങൾ എന്തായി? വിപിൻ സി വിജയൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ.
താങ്ക് യു SKN. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു കഴിഞ്ഞു. മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഈ വോട്ടെണ്ണൽ നടക്കുക. രാവിലെ 7:30 സ്ട്രോങ് റൂം തുറക്കും. അതിനുശേഷം 8 മണിക്ക് ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുക. 1413 പോസ്റ്റൽ വോട്ടുകളാണ് ഉള്ളത്. ഇത് എണ്ണിക്കഴിഞ്ഞ് ഏകദേശം ഒരു 8:10 കൂടി തന്നെ EVM മെഷീനുകളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. ആദ്യ ഫലസൂചനകൾ ഒരു 8:15 കൂടി തന്നെ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളായിരിക്കും. അവസാനമായി അമരമ്പലം പഞ്ചായത്ത്. ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 263 ബൂത്തുകളാണുള്ളത്. ഇപ്രാവശ്യം 59 ബൂത്തുകൾ അധികമായിട്ട് മണ്ഡലത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1 മുതൽ 46 വരെ അങ്ങനെ ഓരോ ക്രമത്തിലായിരിക്കും ഒരു പഞ്ചായത്തിന്റേതായി എണ്ണുക. വഴിക്കടവ് പഞ്ചായത്തിലേത് 1 മുതൽ 46 ബൂത്തുകൾ വരെയാണ് വരുന്നത്. അപ്പോൾ ഒരു 3-3.5 റൗണ്ടുകൾ ആവുമ്പോഴേക്കും വഴിക്കടവ് പഞ്ചായത്തിലേത് എണ്ണിത്തീരും. അപ്പോൾ തന്നെ ആ ഒരു ട്രെൻഡ് സെക്ടർ കൃത്യമായി ഇത് എങ്ങോട്ടേക്കാണ് ട്രെൻഡ് എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ സൂചന നൽകും. 2016-ലും 2021-ലും LDFിനൊപ്പമാണ് വഴിക്കടവ് പഞ്ചായത്ത് നിന്നത്. പക്ഷേ 2021-ൽ വളരെ 35 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷം മാത്രമായിരുന്നു LDFിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അത് എങ്ങോട്ടേക്ക് ആയിരിക്കും, അതായത് ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണോ അതല്ല UDFിനൊപ്പം നിൽക്കുമോ എന്നുള്ളത് ട്രെൻഡ് വ്യക്തമാവുകയും ചെയ്യും. 900ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ ഒരു സുരക്ഷയുടെ ഭാഗമായി ഈ വോട്ടെണ്ണലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു സന്തോഷ പ്രകടനത്തിലുമായി സുരക്ഷ ഒരുക്കുന്നതിനായി 5 DYSPമാരും 900ഓളം പോലീസുകാരുമാണ് എത്തിയിട്ടുള്ളത്. 19 റൗണ്ടുകളിലായിട്ടാണ് എണ്ണുന്നത്. ഏകദേശം ഒരു റൗണ്ട് എണ്ണാൻ 20 മിനിറ്റോളം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 6 മണിക്കൂർ കൊണ്ട് കൃത്യമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയാവുകയും ചെയ്യും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. UDFിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ ദീപക് തർമ്മൻ കൂടി നമുക്കൊപ്പം ചേരും. അതിനുമുമ്പ് നമുക്കൊരു ചെറിയ ഇടവേള എടുക്കണം, ബ്രേക്ക്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ജയിക്കും. അത് കഴിഞ്ഞാൽ എം സ്വരാജിന് 2ാം സ്ഥാനം, പിന്നെ ആര്യാടൻ ഷൗക്കത്തിന് 3ാം സ്ഥാനം. ഇങ്ങനെയാണ് അദ്ദേഹം നടത്തിയ സർവേയിൽ അദ്ദേഹത്തിന് മനസ്സിലായതെന്നാണ്. 3 മുന്നണികളും വിജയസാധ്യത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദീപക് തർമ്മ UDFിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ നമുക്കൊപ്പം പ്രൈം ടൈമിൽ വരികയാണ്. ദീപക്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. UDF അവരുടെ കൂട്ടലും കിഴിക്കലും കണക്കൂട്ടലും ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ് അവരുടെ അവസാനത്തെ ഒരു നിഗമനം? വെരി ഗുഡ് ഈവനിങ് SKN. അവരുടെ നിഗമനം 11-12. KP അനിൽകുമാർ ഇന്നും എന്നോട് പറഞ്ഞത്, മണ്ഡലത്തിൻ്റെ ചുമതലക്കാരനായ നേതാവ് KP അനിൽകുമാർ MLA പറഞ്ഞത് 12 വോട്ടിന് ജയിക്കുമെന്നാണ്. ആര്യടൻ ഷൗക്കത്ത് 15 പറയുന്നു, സണ്ണി ജോസഫ് 15 പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഈ 15-ൽ കിടന്ന് പറയുകയാണ്. അതായത് 15 വോട്ട് 12 വോട്ട് എന്ന് പറയുന്നത് ആയിരങ്ങൾ വെച്ചാണ്. K ആണോ? 12K 15K? 1000 തന്നെയാണ് SKN. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ചില ഗ്രാസ് റൂട്ട് റിയാലിറ്റികൾ പുറത്തു വരുന്നത് കാണാതെ പോകുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. ഞാൻ 2 ദിവസം മുൻപ് പറഞ്ഞതാണ്, ക്രോസ് വോട്ട് നടന്നിട്ടുണ്ട്, UDF ക്യാമ്പിൽ നിന്നും വോട്ടിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഇന്നിപ്പോൾ അൻവറിൻ്റെ സർവേയിൽ അത് കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവർ പറയുന്നത്, നേരത്തെ ആര്യാടൻ ഷൗക്കത്തിനാണ് ജയസാധ്യത എന്ന് പറഞ്ഞെടുത്തുനിന്നും M സ്വരാജിലേക്ക് എത്തുന്നു. ഒരു കാര്യം വളരെ കൃത്യമായി പറയാൻ സാധിക്കും, കാലത്ത് വോട്ടെണ്ണുമ്പോൾ വഴിക്കടവിലെ 1ാം ബൂത്ത് മുതൽ 46ാം ബൂത്ത് വരെയാണ് ആദ്യം എണ്ണുന്നത്, ആദ്യ പഞ്ചായത്ത്. ആ സമയത്ത് ആര്യാടൻ ഷൗക്കത്തിന് ഒരു ആശ്വാസം ഉണ്ടായിരിക്കും, ആദ്യ ലീഡ് വരും. അത് കഴിഞ്ഞ് മുത്തേടത്തേക്ക് എത്തുമ്പോഴേക്കും കുറച്ചുകൂടി ലീഡ് വരുന്നു. അത് കഴിഞ്ഞ് എടക്കര മുതൽ ഡിസെൻഡിങ് തുടങ്ങും. പോത്തുകൽ എത്തുമ്പോൾ LDFിൻ്റെ കുതിപ്പായിരിക്കും അവിടെ കാണുക. അതായത് UDF 12,000 വോട്ടെങ്കിലും ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുമ്പോൾ ഈ 2 പഞ്ചായത്തുകളിലെ ലീഡ് കൊണ്ട് വേണം വലിയ ലീഡുണ്ടാക്കാൻ. മറ്റൊന്ന് മുനിസിപ്പാലിറ്റിയും അതുപോലെ അമരമ്പലവും വളരെ കൃത്യമായി ലീഡ് LDFിനായിരിക്കും. UDF വലിയ പ്രതീക്ഷയിലാണെങ്കിലും അവിടെ അടിത്തട്ടിലെ റിയാലിറ്റിയിലേക്ക് പോകുമ്പോൾ മറിച്ചാണ്. പക്ഷേ എന്നിരുന്നാലും സംസ്ഥാന ഇന്റലിജൻസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് 5000 വോട്ടിന് UDF ജയിക്കുമെന്നാണ് SKN. പക്ഷേ അടിയൊഴുക്കുകളായിരിക്കും ഇത്തവണത്തെ വിധി നിർണ്ണയിക്കുന്നത് SKN. ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി LDFിന്റെ വിജയ സാധ്യത എന്തെന്ന് പരിശോധിക്കാൻ ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ശരിയാണ്. ശ്രീജിത്ത്, പറയൂ. SKN LDFിന് വിജയസാധ്യത അവർ ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത് അൻവർ പിടിക്കുന്ന വോട്ട് എന്നത് മാത്രമാണ്. അൻവർ 15,000-ന് മുകളിൽ വോട്ട് പിടിച്ചാൽ ഒരുപക്ഷെ 1800-നും അതുപോലെ തന്നെ 3000-നും ഇടയിൽ LDF ജയിക്കുമെന്നൊരു കണക്കാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ പോത്തുകൽ അതുപോലെ അമരമ്പലം അടക്കമുള്ള പഞ്ചായത്തുകളിൽ നല്ല ലീഡ് അവർക്ക് നേടാനാകുമെന്ന് അവർ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് കൂടാതെ അൻവർ പിടിച്ച വോട്ട് കൃത്യമായ രീതിയിൽ UDFിൻ്റെ പോക്കറ്റിൽ നിന്നായിരിക്കും
എന്നും അവർ ഈ ഒരു ഘട്ടത്തിൽ കണക്കുകൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 1800 അല്ലെങ്കിൽ ഒരു 3000 ആ ഒരു ഡിസ്റ്റൻസിൽ വിജയിക്കാനാകുമെന്നൊരു പ്രതീക്ഷയാണ് LDF ക്യാമ്പ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. UDF ആകട്ടെ വലിയ വിജയപ്രതീക്ഷ, ഒരു 15000 വോട്ട് എന്നൊക്കെ പറയുമ്പോൾ LDF ക്യാമ്പ് പറയുന്നത് അത് ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോഴും 15000 വോട്ടിൻ്റെ ഒരു കണക്ക് പറഞ്ഞിരുന്നു. അൻവർ 9 വർഷക്കാലം ഇടതുപക്ഷ MLA ആയിരുന്നു. പക്ഷേ ആ 9 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം അൻവർ പാർട്ടി വിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് നീരസം പ്രകടിപ്പിച്ച് പുറത്തു പോകുന്ന സമയത്ത് പോലും ഒരു CPIM-കാരനെയോ അല്ലെങ്കിൽ ഒരു LDF-കാരനെയോ കൂടെ കൂട്ടാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും അമിത ആത്മവിശ്വാസമില്ല. 1800 അല്ലെങ്കിൽ 3000 ആ ഒരു ഡിസ്റ്റൻസിൽ LDF സ്ഥാനാർത്ഥി ജയിച്ചു കയറുമെന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ. ഇനി നമുക്കൊരു ഇടവേള പോകണം. ഇടവേള കഴിയുമ്പോൾ CPM സീനിയർ നേതാക്കൾക്ക് താക്കീതുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മൈക്ക് കാണുമ്പോൾ നിയന്ത്രണം വിടരുത്. ബ്രേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഒരു പ്രേക്ഷകർ എഴുതിയിരിക്കുകയാണ്, ഒന്ന് പറയുന്നുണ്ടോ, കുറേ നേരമായിട്ട് അവധിയുണ്ടോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് ക്ഷമ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കേരളത്തിലെ പല ജില്ലകളിലും കാര്യമായിട്ട് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അതൊക്കെ സത്യമാണ്. എന്നാൽ നാളെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിനും വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി കുട്ടികളൊക്കെ നേരത്തെ കിടന്ന് ഉറങ്ങുക. നല്ല മഴയല്ലേ, അപ്പോൾ നാളെ സ്കൂളും കോളേജും ഒക്കെ പ്രവർത്തിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. CPM നേതാക്കൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ താക്കീത്. മൈക്ക് കാണുമ്പോൾ നിയന്ത്രണം വിടരുത് എന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി ഒരു മുന്നറിയിപ്പ് നൽകിയത്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. ശ്രീജിത്ത്, ആരെ ഉദ്ദേശിച്ചാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്? RSSനുമായി കൂട്ടിച്ചേർന്നിട്ടുണ്ട് എന്ന പ്രസ്താവന MV ഗോവിന്ദൻ സമീപ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയിരുന്നു. ഇതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാവണം മുഖ്യമന്ത്രി സംസാരിച്ചത് എന്നാണ് അനുമാനിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി തന്റെ പ്രസംഗ മധ്യേ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരെടുത്ത് പറയുകയോ ആരുടെയെങ്കിലും സംഭവങ്ങൾ പരാമർശിക്കുകയോ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന നേതാക്കൾക്കുള്ള ശില്പശാലയിൽ സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അതായത് മൈക്ക് കാണുമ്പോൾ സംസ്ഥാനതല നേതാവാണെങ്കിലും താഴെത്തട്ട് വരെയുള്ള നേതാക്കളായാലും നിയന്ത്രണം വിടരുത്. ആ ഒരു അച്ചടക്കം എല്ലാവരും പാലിക്കണം. അങ്ങനെ മൈക്ക് കാണുമ്പോൾ നിയന്ത്രണം വിടുന്നത് വലിയ തോതിലുള്ള അപകടം ഉണ്ടാക്കും. നിങ്ങൾ മുന്നിൽ കാണുന്ന 3-4 ആളുകളോടല്ല സംസാരിക്കുന്നത്, മറിച്ച് ഒരു വലിയ സമൂഹത്തോടാണ് സംസാരിക്കുന്നത് ഓർമ്മ വേണം. ഇക്കാര്യം നേരത്തെ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് മുഖ്യമന്ത്രി ഈ ശില്പശാലയിൽ പങ്കെടുത്തോട് പറഞ്ഞു. അത് മാധ്യമങ്ങളോടാണെങ്കിലും അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോഴായിരിക്കും ആ കരുതലും ജാഗ്രതയും ഉണ്ടാകണം എന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. എന്നാൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരെടുത്ത് പറയുകയോ ഏതെങ്കിലും സംഭവങ്ങൾ പരാമർശിക്കുകയോ ചെയ്തില്ല. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. നാളെ രാവിലെ 5 മണി മുതൽ നിലമ്പൂരിൻ്റെ ഫലമറിയാൻ നമുക്കൊപ്പം തന്നെ തുടരുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തത്സമയ സംപ്രേഷണം നാളെ രാവിലെ 5 മണി മുതൽ ആരംഭിക്കും. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ഏതാണ്ട് 8:30 നമുക്ക് ആദ്യ ഫല സൂചനകൾ വന്നു തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സമഗ്രമായ കവറേജിന് വേണ്ടിയുള്ള എല്ലാവിധമായ ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. സാങ്കേതിക സാധ്യതകൾ ഉൾപ്പെടെ എല്ലാവിധമായ സാധ്യതകളും നമ്മുടെ മാജിക് സ്ക്രീനിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ വിധി ദിനത്തിൽ നാളെ ഈ ഫലം അറിയാൻ കഴിയും. ഞാനും ആഷ്മി താജ് ഇബ്രാഹിമും അതുപോലെ വിജയകുമാറും നാളെ നേരത്തെ തന്നെ എത്തും. പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്കൊപ്പം ചേരുക. എല്ലാവർക്കും സ്വാഗതം. നാളെ രാവിലെ 5 മണിക്ക് മറക്കണ്ട. എല്ലാ സമയത്തെയും പോലെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുള്ളതുപോലെ നമുക്കൊപ്പം തന്നെ തുടരുക. വി ആർ ദി ഇലക്ഷൻ മാസ്റ്റേഴ്സ്. അപ്പോൾ ഇനി ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി കാലം.